പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഏതെല്ലാമാണ് പ്രോബ്ലം സബ്ജക്ട്സ്? വെൽക്കം ടു എജുബോർഡ്. ലിബാൻ സാറാണ്. പ്രോബ്ലം സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രോബ്ലം ഉണ്ടാകുന്ന സബ്ജക്റ്റ് എന്നല്ല. പ്രോബ്ലം മീൻസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കേണ്ട ചില സബ്ജക്ട്സ് ഉണ്ടാകും. അതാണ് നമ്മൾ പ്രോബ്ലം സബ്ജക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാകും, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാകും, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പിന്നെ എക്കണോമിക്സ്, ഒരു ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ടാകും. സോ ഇതിൽ ഉറപ്പായിരിക്കും നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട്സ്. നിങ്ങൾ പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയറി ആയിരിക്കും. സ്റ്റാറ്റി ആണെങ്കിലും മാത്സ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അവിടെ പ്രോബ്ലം ഉണ്ടാകും, ഉറപ്പാണ്. ഇനി എക്കണോമിക്സ് തിയറി ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ബിസിനസ് സ്റ്റഡീസ് കംപ്ലീറ്റ്ലി തിയറാണ്. 2 ലാംഗ്വേജും തിയറിറ്റിക്കലാണ്. പിന്നെ ഉള്ളത് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി 90% എന്താ പ്രോബ്ലം സബ്ജക്ട്സ് ആണ്. അതിൽ പ്രോബ്ലംസ് ആണ് കൂടുതലും പഠിക്കാനുള്ളത്. സോ നിങ്ങളുടെ അക്കൗണ്ടൻസി നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ്? ഓരോ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് അത്രയും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് അക്കൗണ്ടൻസി പഠിക്കാനും അതിലൂടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും ഫുൾ മാർക്കിലേക്ക് എത്താനും ഈ ഒരു വീഡിയോ അവർ തീർച്ചയായിട്ടും സഹായിക്കും. സോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. എജുബോർഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലസ് വണ്ണിനും പ്ലസ് ടു നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് വരാനുള്ളത്. സോ പ്ലസ് വൺ അക്കൗണ്ടൻസിക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് 2 രീതിയിലാണ് പ്ലസ് വൺ അക്കൗണ്ടൻസി ഉള്ളത്. ഒന്ന് അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതായത് CAS ആണ്. മറ്റേത് AFS ആണ്. എന്താ AFSൻ്റെ പ്രത്യേകത? AFS എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടൺ എക്സാം 80 മാർക്സിലായിരിക്കും. CS ആണെങ്കിൽ 60 മാർക്കിലാണ് ഉണ്ടാവുക അക്കൗണ്ടൻസി ഉണ്ടാവുക. ബാക്കിയുള്ള 20 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആയിരിക്കും. പ്രാക്ടിക്കൽ മീൻസ് ലാബാണ് വരുന്നത്. ഇത് പ്രാക്ടിക്കൽ എന്ന പ്രോബ്ലം അല്ല, ഇതെന്താ ലാബായിരിക്കും. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രൊസീജിയർ നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടായിരിക്കും. അതാണെന്ത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. പക്ഷേ AFS ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രാക്ടിക്കൽ ഉണ്ടാവില്ല, പകരം എന്ത് ചെയ്യും? നമുക്ക് 2 പേർക്കും കോമൺ ആയിട്ട് പാർട്ട്ണർഷിപ്പ് എന്നുള്ള പോർഷൻസ് പഠിക്കാനുണ്ടാകും. അത് പ്ലസ് ടുവിലാണ്. പിന്നെ ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള 6 ചാപ്റ്റേഴ്സ് എക്സ്ട്രാ നമുക്ക് എന്തുണ്ടാകും? പഠിക്കാനുണ്ടാകും. പക്ഷേ ഇവിടെ എന്തുണ്ടാവില്ല? പ്രാക്ടിക്കൽ ഉണ്ടാവില്ല. പക്ഷേ പ്ലസ് വണ്ണിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ ഡിഫറൻസ് വരുന്നത് ഫുൾ എന്തായിരിക്കും? പ്ലസ് ടുവിലാണ്. അപ്പോൾ പ്ലസ് വണ്ണിൽ എന്തുണ്ടാവില്ല? ഈ AFS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള വേരിയേഷൻസ്, വേർതിരിവുകൾ ഉണ്ടാവില്ല. പക്ഷേ എക്സാമിന് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. എന്താ 2 ക്വസ്റ്റ്യൻ പേപ്പർ? പ്ലസ് വണ്ണിൽ നമുക്ക് 80 മാർക്കും 60 മാർക്കും ആയിരിക്കും. 80 AFSനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് എത്രയായിരിക്കും? 60 മാർക്കായിരിക്കും. സോ അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ 80 മാർക്കായിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 60 മാർക്കായിരിക്കും. സോ നമുക്ക് ഓരോരോ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യാം നോക്കാം. എന്താ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഈ ഒരു അക്കൗണ്ടിങ്ങിൽ നമുക്ക് 2 പാർട്ടായിട്ട് തരംതിരിക്കാം. എന്താണ് അക്കൗണ്ടിങ് എന്നുള്ള കാര്യങ്ങളും, രണ്ടാമത്തത് ഓരോരോ വാക്കുകളുടെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കാനുണ്ട്. സോ ആ ഡെഫിനിഷന് എന്തായാലും 1 അല്ലെങ്കിൽ 2 മാർക്കിന് എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയുന്ന കാര്യമാണ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ. സോ അതും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് രണ്ടാമതായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ടേംസുമാണ്. സോ ഈ ഡെഫിനിഷനും ടേംസുകളാണ് എക്സാമിന് 1-2 മാർക്കിന് വരിക. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ് മിക്കവാറും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. സോ 3 to 6 മാർക്കാണ് ഈ ചാപ്റ്റർ വൈസ് ആയിട്ട് വെയിറ്റേജ്. AFS ആകുമ്പോൾ കുറച്ചും കൂടി വെയിറ്റേജ് കൂടാറുണ്ട്. കഴിഞ്ഞ എക്സാമിനൊക്കെ ഏകദേശം 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ തിയറി മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ. ഈ 2 ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്റർ മാത്രമേ തിയറി ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി പ്രോബ്ലം ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ തിയറിറ്റിക്കൽ ബേസ് എന്താണെന്നുള്ളത്. സോ ഇതിലെ കണ്ടെന്ന് അറിയുന്നത് എന്താ തിയറിറ്റിക്കൽ ബേസ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ട്. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് അങ്ങനെ ഇന്നുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ, ഇടയ്ക്കിടയ്ക്ക് 1 മാർക്കിന് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്. ഈ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എക്സാമിന് 100% ചോദിക്കും. അതിൽ 13 കൺസെപ്റ്റ്സ് ഉണ്ട്. അതിലെ 4 കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മുടെ എജുബോർഡിൻ്റെ ലൈവുകളിൽ ആ 4 കൺസെപ്റ്റ് എന്തെയും നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, അതിൽ നമ്മുടെ എജുബോർഡിൻ്റെ ക്ലാസ്സുകൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ GSTയും IFRS ആണ്. IFR നമ്മുടെ സിലബസ് നമുക്ക് പഠിക്കാനില്ല. പക്ഷേ GST എല്ലാ വർഷവും ഒരു 2 അല്ലെങ്കിൽ 1 മാർക്കിനും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൽ 4 to 5 ആണെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ ഇതിന് 7 മാർക്സ് വരെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ജനറലി 4 to 5 ആണ്, പക്ഷേ ചില വർഷങ്ങളിൽ ചിലപ്പോൾ നന്നായിട്ട് വെയിറ്റേജ് വരാറുണ്ട്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇതാണ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററുകളൊന്നും, നല്ലോണം വെയിറ്റേജ് വരുന്നതാണ്. ഇതിലെ വൗച്ചർ എന്താണെന്നുള്ളത് 1 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അക്കൗണ്ടിങ്ങിന് ഇക്വേഷൻ പ്രോബ്ലം 2 അല്ലെങ്കിൽ 3 മാർക്കിനോ എക്സാമിന് മിക്കവാറും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന പോർഷനാണ്. ജേണൽ എൻട്രീസ്
100%. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഓണം എക്സാം, ഫൈനൽ എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാമിനൊക്കെ ഈ ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് 2 മുതൽ 5, 8 മാർക്കിന് 2020 8 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് ജേണൽ. ഇത് മാത്രം ഈ ജേണൽസ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലെഡ്ജർ നിങ്ങൾ 100% പഠിക്കണം, പക്ഷേ എക്സാമിന് വരൂല. ലെഡ്ജർ ഇന്ന് വരെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷേ ലെഡ്ജർ പഠിക്കാതെ ബാക്കിയൊന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലെഡ്ജർ 100% പഠിക്കണം. ഈ ലെഡ്ജർ ടോട്ടലും ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അടുത്തത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ഈ ചാപ്റ്ററിൻ്റെ പേരിൽ 2 ചാപ്റ്റർ ഉണ്ട്. ഇത് 2ാമത്തെ ചാപ്റ്ററാണ്. എന്താണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ചുരുക്കി പറയാം 4ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ ക്യാഷ് ബുക്ക്, എല്ലാ വർഷവും ക്യാഷ് ബുക്ക് ഉറപ്പാണ് 100%. എക്സാമിന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കും. 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ക്യാഷ് ബുക്ക് ചോദിക്കാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കില്ല. നെക്സ്റ്റ് സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്. സാധാരണ പർച്ചേസ് ബുക്കാണ് ചോദിക്കുക, ചിലപ്പോൾ സെയിൽസ് ബുക്കും ചോദിക്കും. എന്തിന്? 3 മാർക്കിന് വേണ്ടിയിട്ട് ഈ സെയിൽസ് ബുക്കോ അല്ലെങ്കിൽ പർച്ചേസ് ബുക്കോ ചോദിക്കും. പിന്നെ സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ഇതൊക്കെ വല്ലപ്പോഴും 1 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്നതല്ലാതെ സാധാരണ ചോദിക്കില്ല. പിന്നെ ഒരു ജേണൽ പ്രോപ്പർ, ഇത് നമുക്ക് ചോദിക്കുകയില്ല. പക്ഷേ എന്താണ് 1 മാർക്കിന് ജേണൽ പ്രോപ്പർ എന്താണെന്ന് സാധാരണ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ തിയറി ഉണ്ട് കേട്ടോ. ഇപ്പം എന്താ ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യും, സെയിൽസ് റിട്ടേണിൽ എന്ത് സോഴ്സ് ഡോക്യുമെൻറ്റാണ്. സോ അങ്ങനെ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകാതെ എന്ത് ചെയ്യും, പിന്നീട് നമ്മൾ ഓരോ ലൈവും കാര്യങ്ങളും എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 5ാമത്തെ ചാപ്റ്ററാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതിലെ എന്താ ബാങ്ക്, ചെക്ക് എന്താണെന്നുള്ള ചില തിയറിറ്റിക്കൽ ചോദ്യങ്ങൾ വല്ലപ്പോഴൊക്കെ 1 മാർക്കും ചോദിക്കും, അല്ലാണ്ട് എല്ലാ വർഷവും 1 മാർക്കിന് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നെക്സ്റ്റ് കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ക്യാഷ് ബുക്കിലെയും ബാങ്കിലെയും ഡിഫറൻസിൻ്റെ വ്യത്യാസം. ഇതാണ് ഈ ചാപ്റ്റർ തിയറിറ്റിക്കലി 2 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ബി ആർസ് 4 അല്ലെങ്കിൽ 5 മാർക്കിനും എല്ലാ വർഷവും ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിന് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ. പക്ഷേ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ പഠിക്കാൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആട്ടോ. 6ാമത്താണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് കേട്ടോ. ഇതിലെ ട്രയൽ ബാലൻസ് മിക്കവാറും 4 മാർക്കോ 3 മാർക്കോ ചോദിക്കും കേട്ടോ. പിന്നെ എറേഴ്സും എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. 2 അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കുന്നതാണ്. ഈ എറേഴ്സ് എന്ന് വെച്ചാൽ എറേഴ്സിൻ്റെ റെക്ടിഫിക്കേഷനാണ് 2 3 മാർക്കും ചോദിക്കുക. പിന്നെ എറേഴ്സ് പല ടൈപ്പുകളായിട്ടുള്ള എറേഴ്സിൻ്റെ 1 അല്ലെങ്കിൽ 2 മാർക്സിന് ഇതിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ എന്തെല്ലാം ടൈപ്സുകളാണ് എറർ, എങ്ങനെയാണ് എറർ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ റെക്ടിഫിക്കേഷനും ട്രയൽ ബാലൻസും ഉറപ്പായിട്ടും പഠിക്കുന്ന ഒരു കാര്യമാണ്. 7ാമത്തെ ചാപ്റ്ററായി ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ, റിസർവ്. സോ ഇത് ഡിപ്രിസിയേഷൻ തിയറി ചിലപ്പോൾ 1 മാർക്കിനോ അല്ലെങ്കിൽ ഇതിൻ്റെ കോസസ് ഒക്കെ 1 2 അല്ലെങ്കിൽ 3 മാർക്കിനോ വരെ ചോദിക്കാറുണ്ട്. പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇനി 2 ടൈപ്പ് ഓഫ് മെത്തേഡ് ഉണ്ട്. ഈ 2 മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യൽ വളരെ റെയർ ആയിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുക ഇതിലേതെങ്കിലും മെത്തേഡിൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ അസറ്റ് അക്കൗണ്ട് പ്രിപ്പറേഷൻ. എന്താണ് അസറ്റ് അക്കൗണ്ട് പ്രിപ്പറേഷൻ? അത് ഈ 2 ഏതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും. അത് 4 5 മാർക്കാണ് എന്ത് ചെയ്യുക, വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് പ്രൊവിഷൻ ഓർ റിസർവ്, 1 അല്ലെങ്കിൽ 2, ചില സമയത്ത് 3 മാർക്കിൻ്റെ ഇത് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. വലിയ പോർഷനാണ്, പക്ഷേ തിയറിറ്റിക്കലി കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. നെക്സ്റ്റ് 8ാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ അവസാന പോർഷനിലേക്കുള്ളതാണ്. ഇതിലെ ട്രേഡിംഗ് അക്കൗണ്ട് എക്സാമിന് ചോദിക്കില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സാമിന് ചോദിക്കില്ല, ബാലൻസ് ഷീറ്റ് എക്സാമിന് ചോദിക്കും. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ 5 അല്ലെങ്കിൽ 3 മാർക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഈ 3 ഇതുണ്ടല്ലോ, ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ഈ ചാപ്റ്ററിലല്ല, അടുത്ത ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ഇതിന് 3 to 5 ഒന്നും അല്ല കേട്ടോ, 5 to 8 വരെ പോകാറുണ്ട്. ചില സമയങ്ങളിൽ 3 to 5 ആവറേജ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് നിങ്ങളുടെ എക്സാമിന് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ഈ പറയപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ളത്. അതിൽ ഈ പറയപ്പെട്ട ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും അതിൻ്റെ കൂടെ ഇതിലെ ഒരു 3 4 വരും. അഥവാ ഇപ്പോൾ നമ്മൾ ഒരു 1 2 അഡ്ജസ്റ്റ്മെൻറ്റ് 1 2 3 4 5 5 അല്ല, ഇതിലും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിലൊരു 3 4 അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂട്ടിയിട്ട് 8 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കും. അത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. 100% ഇപ്പോഴേ എഴുതി വെച്ച ലിബാൻ സാറിൻ്റെ വാക്കാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എക്സ്ട്രാ ഒരു 2 അല്ലെങ്കിൽ 3 മാർക്കിന് എക്സാമിന് ചോദിക്കും. 8 മുതൽ 12 അതിലും കൂടുതൽ ചിലപ്പം വരെ എന്ത് ചെയ്യാറുണ്ട്, വെയിറ്റേജ് ആയിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. സോ നിങ്ങൾക്ക് ഏതെല്ലാമാണ് ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പഠിക്കുമ്പം ഈ ഒരു പോർഷൻ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോക്കുക. അപ്പോൾ മക്കളെ സെറ്റല്ലേ? ഓൾ ദ ബെസ്റ്റ്.